പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രോസറി ഷോപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനെന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാകും, എത്ര പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് കടയുടെ അളവ് ഒരു 100 മുതൽ 500 വരെ സ്ക്വയർ ഫീറ്റ് ആവശ്യമാണ്. FSSAI എന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ലൈസൻസ് നമുക്കിതിന് ആവശ്യമാണ്. കൂടാതെ GSTയും ട്രേഡ് ലൈസൻസും ആവശ്യമാണ്. ഇനി ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആകുമെന്നുള്ളത് നോക്കാം. ഷോപ്പ് അഡ്വാൻസിനായിട്ട് സാധാരണ രീതിയിൽ ഒരു 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ നമുക്കാകും. പിന്നെ സെറ്റപ്പ് കോസ്റ്റാണ്. തട്ടടിക്കുന്നതിനും മറ്റുമായിട്ടൊക്കെ ഒരു 50,000 രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഗ്രോസറി ഐറ്റംസ് വാങ്ങുന്നതിന് ഒരു 2 ലക്ഷം രൂപ വരെ നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഒരു 1 ലക്ഷം രൂപ നമ്മൾ റണ്ണിങ് ക്യാപിറ്റലായിട്ട് മാറ്റി വെക്കണം. കാരണം തുടക്കത്തിൽ ഇത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മളൊരു തുടങ്ങി ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴാണ് നല്ല രീതിയിലുള്ള സെയിലൊക്കെ നമുക്ക് കിട്ടി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് തുക അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിനാണ് ഈ റണ്ണിങ് ക്യാപിറ്റലായിട്ടുള്ള 1 ലക്ഷം രൂപ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ഈ 1 ലക്ഷം രൂപ നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ബില്ല്, ഷോപ്പ് റെൻറ്റ്, എംപ്ലോയീസ് സാലറി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്നും എടുക്കാവുന്നതാണ് കാശ്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു 5 ലക്ഷം രൂപ വരെ ആകും. ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ മാർട്ട്, ജസ്റ്റ് ഡയൽ തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും നമുക്കിത് വാങ്ങാം. അപ്പോൾ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി എൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 20% വരെ നമുക്ക് ലഭിക്കും. അതായത് ഒരു ദിവസം നമുക്കൊരു 5,000 രൂപ മുതൽ 10,000 രൂപ വരെ സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി സെയിൽ എന്ന് പറയുന്നത് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 രൂപ മുതൽ 40,000 രൂപ വരെ ഉണ്ടാകും. അത് സ്ഥലത്തെയും സെയിലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ബിസിനസ് തുടങ്ങി സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകൾ പറയാം. ആദ്യമായിട്ട് നമ്മൾ ശരിയായൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കണം. നല്ല ആൾത്തിരക്കുള്ള ഒരു സ്ഥലം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ളതെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള സെയിൽ നടക്കുകയും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. രണ്ടാമതായിട്ട് വേണ്ടത് ആ ഏരിയയിൽ എന്ത് ഉൽപ്പന്നമാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്, എന്തിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആ ഉൽപ്പന്നം നമ്മൾ കൂടുതലായിട്ട് എടുത്തു വെക്കണം. ആവശ്യക്കാർ ഏറെയുള്ള ഉൽപ്പന്നങ്ങൾ എടുത്തു വെക്കുന്നത് വഴി കൂടുതൽ സെയിൽ നമുക്ക് നടക്കും. മൂന്നാമതായിട്ട് മാർക്കറ്റിംഗ് ആണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും വിജയം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ നമ്മുടെ കടയുടെ ബോർഡുകൾ വെക്കുക, പരസ്യം കൊടുക്കുക, സമൂഹ മാധ്യമങ്ങൾ വഴിയും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൂടാതെ തൊട്ടടുത്തൊന്നും വേറെ ഗ്രോസറി ഷോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് വേണം നമ്മളിത് തുടങ്ങാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് കൂടുതൽ വിജയിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.